രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ ജൻ സിയുടെയും യുവജനങ്ങളുടെയും ആവേശം അതിരുകടക്കുകയാണ്. അതിൻ്റെ വളരെയേറെ തെളിവുകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ സർവേകളിലെല്ലാം വ്യക്തമായ കാര്യം 45 വയസ്സിൽ താഴെയുള്ളവരിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും BJPയെക്കാളും NDAയെക്കാളും 10% അധികം ആളുകളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പരിപൂർണമായി അട്ടിമറിച്ചതുകൊണ്ട് മാത്രമാണ് BJP അവിടെ വിജയിച്ചത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ വെച്ച് നടന്ന 75-ാം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേഷനിൽ രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴുള്ള യുവജനങ്ങളുടെ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ പരിപാടിയിൽ വെച്ച് നടന്ന വളരെ രസകരമായ കാര്യം നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഒരൊറ്റ ഗോദി മീഡിയ പോലും ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടില്ല, വിടുകയുമില്ല. അതിനാൽ ഇത്തരം വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദിക്കും കൂട്ടർക്കും 400 സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ അവർ പൂർണ്ണമായി മാറ്റിമറിക്കുമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ അട്ടിമറിച്ചിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ട് 400-ലധികം സീറ്റ് എന്നുള്ള അവരുടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ന് ശക്തമായി നിലകൊള്ളുന്നത്. ആ ഭരണഘടനയുടെ 75-ാം വാർഷിക ആഘോഷമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെയും മുൻനിരയിൽ ഇരുത്താതെ തരമുണ്ടായിരുന്നില്ല. അതിൻ്റെ ചില ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് വ്യക്തമായി കാണാം രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുന്നതും നമുക്ക് കാണാം. മോദി നശിപ്പിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും മുന്നിൽ വെച്ച് മോദിക്ക് തന്നെ ഏറ്റുചൊല്ലേണ്ട ഗതികേടാണ് ഇവിടെ ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇവ. हम भारत के लोग भारत को एक संपूर्ण प्रभुत्व संपन्न सामाजिक पंथनिरपेक्ष लोकतंत्रात्मक गणराज्य बनाने के लिए तथा उसके समस्त नागरिकों को सामाजिक, आर्थिक और राजनैतिक न्याय, विचार, अभिव्यक्ति, विश्वास, धर्म और उपासना की स्वतंत्रता, प्रतिष्ठा और अवसर की क्षमता प्राप्त कराने के लिए तथा उन सब में व्यक्ति की गरिमा और राष्ट्र की एकता और अखंडता सुनिश्चित करने वाली बंधुता बढ़ाने के लिए दृढ़ संकल्प होकर अपनी इस संविधान सभा में आज तारीख 26 नवंबर 1949 ईस्वी को द्वारा इस संविधान को अंगीकृत, अधिनियमित और आत्मार्पित करते हैं. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPക്കും മോദിക്കും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കണം എന്ന് ഏറ്റുചൊല്ലേണ്ട ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. അതിലെ ഏറ്റവും രസകരമായ രാജ്യത്തെ സത്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന സംഭവം കണ്ടുകൊള്ളൂ. പാർലമെന്റിന്റെ സംവിധാൻ സദനിൽ IAS IRS ഓഫീസേഴ്സ് ട്രെയിനികളായ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ എന്താണ് ചെയ്തത് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന പ്രത്യാശ നൽകുന്ന കാര്യമാണ്. കണ്ടല്ലോ അല്ലേ, രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ആവേശത്തോടെ തിക്കിത്തിരക്കുകയാണ് ഭാവിയിലെ ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റുകളായ ഈ IAS ട്രെയിനികൾ. മോദി ഉൾപ്പെടെയുള്ള വേറൊരു നേതാവിനോടും അവർ ഈ താല്പര്യം കാണിച്ചില്ല എന്നുകൂടി അറിയുമ്പോൾ കാര്യം വ്യക്തമാകുമല്ലോ. ഇന്ത്യയിലെ വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള ജൻസിയും യുവജനതയും എല്ലാം രാഹുൽ ഗാന്ധിയെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അവർക്ക് ഒരേ ഒരു പ്രിയപ്പെട്ട നേതാവേ ഇന്ത്യയിലുള്ളൂ, അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ദിനത്തോട് അനുബന്ധിച്ച്
രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് വെറുമൊരു പുസ്തകമല്ല, അത് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നൽകിയ വിശുദ്ധമായ വാഗ്ദാനമാണ്. നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടവർ ആണെങ്കിലും, ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്ന് വന്നവരാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും, ദരിദ്രരോ ധനികരോ ആണെങ്കിലും എല്ലാവർക്കും സമത്വവും ആദരവും നീതിയും ലഭിക്കുമെന്ന് ഉറച്ച വാഗ്ദാനം. ഭരണഘടന പാവപ്പെട്ടവരുടെയും പിന്നോക്കം നിൽക്കുന്നവരുടെയും സുരക്ഷാ കവചമാണ്. അത് അവരുടെ ശക്തിയാണ്, ഓരോ പൗരന്റെയും ശബ്ദമാണ്. ഭരണഘടന സുരക്ഷിതമായിരിക്കുന്ന കാലത്തോളം ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശങ്ങൾ സുരക്ഷിതമാണ്. ഭരണഘടനയ്ക്ക് നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും അനുവദിക്കുകയില്ല എന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. അതിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുപോലെ ഭരണഘടനയ്ക്കെതിരെയുള്ള ഏതൊരാക്രമണത്തിൻ്റെയും മുന്നിൽ ഞാൻ ആദ്യം തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഉറച്ചു നിൽക്കും. എല്ലാവർക്കും ഭരണഘടനാ ദിനത്തിൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. ജയ് ഹിന്ദ്, ജയ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയെ ഇതുവരെയും മാനിക്കാത്ത, അതിനെ ചവറ്റുകുട്ടയിൽ എറിയാൻ ശ്രമിക്കുന്ന സംഖ്യകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഇന്ന് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി മാത്രമേയുള്ളൂ. അദ്ദേഹത്തിനെതിരെ എത്രയേറെ ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞിട്ടും വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവുമില്ലാത്ത ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ എത്രയേറെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും തെല്ലും കൂസാതെ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കടപ്പാടും അവർക്ക് വേണ്ടി കൈമൈ മറന്നുള്ള പ്രവർത്തനവും ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും യുവജനങ്ങളും വ്യക്തമായി മനസ്സിലാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനും ഇന്ത്യയിലെ ഭാവി തലമുറ ആവേശത്തോടെ മത്സരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് സർദാർ പട്ടേലിന്റെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പാർലമെന്റിലെത്തിയ ഇന്ത്യയിലെ ജെൻ സി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനും കാണിച്ച വലിയ ആവേശവും താല്പര്യവും. അന്ന് അദ്ദേഹം ഹാളിലേക്ക് കയറി വരുമ്പോൾ അവർ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഈ രംഗങ്ങൾ ഒന്നുകൂടി കണ്ടുകൊള്ളൂ. നിലയ്ക്കാത്ത കയ്യടികളോടെയും ആർപ്പുവിളികളോടെയും ഹർഷാരവത്തോടെയുമാണ് അദ്ദേഹത്തെ അവർ സ്വാഗതം ചെയ്യുന്നത്. അന്ന് ഒരു വിദ്യാർത്ഥിനി അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നാണ്. എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒപ്പം ഇരിക്കാനും ഇവർ കാണിച്ച ഈ ആവേശം എത്ര വലിയതാണ് എന്ന് കണ്ടല്ലോ. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ യുവജനതയ്ക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള കൊച്ചുകുട്ടികൾ മുതലുള്ള യുവജനതയ്ക്ക് ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ്. സഹസ്ര കോടികൾ മുടക്കി മോദി നടത്തുന്ന PR വർക്കുകൾ ഒന്നും ഇവരെ തെല്ലും സ്വാധീനിക്കുന്നില്ല എന്നുള്ള സത്യം അവർക്ക് കൃത്യമായി അറിയാം. വോട്ടുകൊള്ളയില്ലെങ്കിൽ മോദിക്കും കൂട്ടർക്കും ഇന്ത്യയിൽ 50 സീറ്റുകൾ പോലും ലഭിക്കുകയില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ സംഭവങ്ങൾ എല്ലാം. തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത ഏതാനും മന്ദഭക്തർ ഒഴിച്ചാൽ ഇന്ത്യയിലെ മറ്റുള്ള ആളുകൾക്കെല്ലാം മോദിയുടെ തനി സ്വരൂപം, പൊള്ളത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ എല്ലാം വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ സെൽഫി എടുക്കാനും ഒപ്പം നിൽക്കാനും സംസാരിക്കാനും ആവേശം കൊള്ളുന്ന ഇന്ത്യയിലെ വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള വിദ്യാർത്ഥികൾ മുതൽ യുവജനങ്ങൾ വരെയുള്ളവരുടെ ഈ അതിയായ താല്പര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?